ഹായ്, അസ്സലാമലൈക്കും. എന്താണല്ലേ വിശേഷം? സുഖമല്ലേ? ഞാനും അനൂസും ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് എത്തിട്ടോ. അപ്പോൾ ഇന്നലത്തെ സൈനന്മാരുടെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനന്മാർക്ക് ഇപ്പം എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ വന്നോ, കുറവുണ്ടോ ഒക്കെ ചോദിച്ച് കുറച്ച് പേര് എനിക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് ഞങ്ങളെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ, അതായത് വീഡിയോ ഇടുന്നതിൻ്റെ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബെല്ലൈക്കൺ ഒരു മണിക്കല്ലേ അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓളെന്ന് കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ഫുൾ മെസ്സേജ് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ സൈനന്മാരുടെ കാര്യം എന്നറിയാൻ കുറച്ച് സീനാണ്. ഇപ്പോൾ ഫുള്ള് കിടന്നിട്ടിലായിപ്പോയി സൈനമ്മ. ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ പോലും ഇപ്പോൾ സൈനമ്മക്ക് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ബേക്കിൽ നമ്മളെ ഊരൻ്റെ അവിടെ 2 പൊട്ടുണ്ട്. ആ പൊട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്താൽ അതിൽ മാറ്റം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം പിന്നെ സൈനമ്മക്ക് ഓപ്പറേഷൻ ചെയ്യാനും പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥ അമ്മക്കുണ്ട്. ഹാർട്ടിൽ ചെറിയ ബ്ലോക്ക് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ചെറിയ സീനുണ്ട്. പിന്നെ ഇന്നലെ വേറെ ഇത് സ്ഥലത്ത് പച്ചമരുന്നിൻ്റെ അവിടെ പോയി തൽക്കാലത്തേക്ക് ഒരു കെട്ടിക്ക്. അതിനിപ്പോൾ വേറൊരു ഇതും കൂടി നോക്കണം എന്ന് അമ്മച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പിന്നെ അമ്മക്ക് യൂറിന് ട്യൂബൊക്കെ ഇട്ട്, കാരണം ബാത്റൂമിലേക്ക് എടുത്ത് കൊണ്ടുപോകാനോ അങ്ങനൊന്നും അമ്മാനെ അനക്കാനേ തീരെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂറിനിൽ ട്യൂബ് ഇട്ടതാണ്. അപ്പോൾ കിടന്നിടത്തു നിന്നാണ് ഇപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉമ്മാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും അനൂസും ഇങ്ങ് പോകുന്നത്. കാരണം അനൂസും കൂടി ഉണ്ടെങ്കിൽ ഉമ്മാക്ക് തീരെ പറ്റൂല. കാരണം സൈനുമാൻ്റെ കാര്യങ്ങളും ഉമ്മ നോക്കണം, അനൂസിൻ്റെ കാര്യങ്ങളും എനിക്ക് അങ്ങനെ ഒറ്റക്കാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളിങ്ങ് പോരാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളും കൂടി അവിടെ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ആവില്ല, തീരെ വയ്യ അമ്മക്ക്, അല്ലെങ്കിൽ അമ്മക്ക് വയ്യ. അപ്പോൾ ഞങ്ങൾ അനൂസിൻ്റെ കാര്യം കൂടി നോക്കുമ്പോൾ ആവില്ലല്ലോ. സൈനമാൻ്റെ കാര്യം ഇപ്പോൾ യൂറിൻ പോവാൻ ട്യൂബ് ഇട്ടേക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മച്ചെന്നെ ചെയ്ത് കൊടുക്കണം. ബാത്റൂമിൽ പോകുന്നൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊക്കെ കിടന്നിടത്തുനിന്ന് കൊടുക്കണം. അങ്ങനെയൊക്കെ ഓരോരോ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ രാവിലെയൊക്കെ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്നലെ രാത്രി ഒന്നും സൈനമ തീരെ ഉറങ്ങിയിട്ടില്ല, ഫുള്ള് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കരയാണെന്നാണ്. വേദന സിനിമക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേദന പോലും തീരെ സഹിക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പോഴുള്ള അവസ്ഥ പിന്നെ പറയാനുണ്ടല്ലോ. അപ്പോൾ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം സിനിമക്ക് വേണ്ടി ഇതുവരെ ചെയ്യുക. കാരണം ഞാൻ ഇതുവരെ ഉമ്മാനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും എന്താ പറയുക, നല്ല സങ്കടമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഫുള്ള് ഉമ്മാനെ പറ്റി ഞാൻ ആലോചിച്ച്. അപ്പോൾ എനിക്ക് അത് കണ്ടു നിൽക്കാനാവുന്നില്ല, അങ്ങനെ ഓരോരോ പ്രയാസത്തിലാണ്. അപ്പോൾ സിനിമക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇപ്പോൾ നാളെ വേറെ ഏതൊരു വൈദ്യരെടുത്ത് പച്ചമരുന്നിൻ്റെ ആളെടുത്ത് നാളെ മറ്റന്നാളത്തെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഇനി കെട്ടിച്ച് ഇനിയിപ്പോൾ പച്ചമരുന്നിൽ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാളെ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക സിനിമക്ക് വേഗം മാറാൻ വേണ്ടിയിട്ട്. സിനിമക്ക് വേഗം മാറിയിട്ടില്ലെങ്കിൽ തന്നെ ഉമ്മച്ചിയാണ് കൂടുതൽ ബുദ്ധിമുട്ടാകുക. അപ്പോൾ എല്ലാവരും പ്രത്യേകം സിനിമക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാക്കു അവിടുത്തെ കാര്യങ്ങളൊക്കെ കാക്കു വീഡിയോ എടുക്കും. പിന്നെ ഞങ്ങളിങ്ങോട്ട് വരാനുള്ള കാരണം പറഞ്ഞല്ലോ, അനൂസിൻ്റെ കാര്യവും ഉമ്മാൻ്റെ കാര്യം കൂടിയും സിനിമയുടെ കാര്യം കൂടി ഉമ്മച്ചിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ സിനിമേൻ്റെ ആ കെടുത്തം തന്നെ എനിക്ക് തീരെ കാണാനും പറ്റുന്നില്ല, ഭയങ്കര സങ്കടം. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, അതിപ്പോൾ പറയാൻ പറ്റുള്ളൂ, നമുക്കതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക സിനിമക്ക് വേണ്ടിയിട്ട്. അപ്പം
ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം.